ഇന്ന് നമ്മൾക്ക് ഒരു മാങ്ങഞ്ചി അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. മാങ്ങഞ്ചിന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സാധാരണ ഇഞ്ചിയുടെ പോലെയല്ല അത്. ഇഞ്ചിയുടെ ഒക്കെ പോലെ ഇരിക്കും, പക്ഷേ ശരി മാങ്ങയുടെ സ്മെല്ലും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ. അത് ഞാരുകളൊക്കെ കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ മാങ്ങഞ്ചി നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാങ്ങഞ്ചീനെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലോണം വറുക്കണ്ട കേട്ടോ, ഒന്ന് വെള്ളം വറ്റണ വരെ, നല്ലോണം വെള്ളം വറ്റി കഴിയണ വരെ. അതിലേക്ക് ഞാൻ അത് കണ്ടിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും ഇത്തിരി ഉലുവയും ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾക്ക് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് പാകത്തിന് അതിനുള്ള വേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം അതിനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തു. അതൊട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പിക്കിൾ പൗഡറും ചേർത്തിട്ടുണ്ട്. അത് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇത്തിരി കായം പൊടി ചേർത്തു. കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിക്കിൾ പൗഡർ ഇട്ടേക്കണ കാരണം അത് ഇത്തിരി ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാൻ ഇട്ടതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചുറുക്ക ഒഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് സെറ്റാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ മാങ്ങയിഞ്ചി ഇട്ട് നന്നായി അതിനെ എല്ലാം കൂടി നല്ലോണം മിക്സായതിന് ശേഷം നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പും കൂടി നന്നായി ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒന്ന് കുറുതാക്കണം, ആ വെള്ളത്തിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചിട്ടപ്പോഴാണ് ഇങ്ങനെ നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ അച്ചാറാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.